നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായിരിക്കുന്നതിനിടെ യുഎയിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇറാൻ. ആക്രമണത്തെ തുടർന്ന് യുഎയിലെ വ്യോമപാത താൽക്കാലികമായി അടച്ചു. അബുദാബിയിലെ എണ്ണപ്പാടം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. അതേസമയം കീഴടങ്ങാനാകില്ല എന്ന ആവർത്തിച്ച് തങ്ങളുടെ നയം വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. സമാധാന ചർച്ചകൾക്കായി ഈജിപ്ത് വിദേശകാര്യമന്ത്രി ഗൾഫ് രാജ്യങ്ങളിൽ എത്തിയിരുന്നു. അതിനിടെയാണ് ഇറാൻ ഒപ്പം നിൽക്കുന്നു എന്ന് റഷ്യ വീണ്ടും വ്യക്തമാക്കിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ പരമാവധി ശേഷി വിനിയോഗിക്കാൻ തയ്യാറാണെന്നും റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഒരു തരത്തിലുള്ള കീഴടങ്ങലിനും ഇറാൻ തയ്യാറല്ല എന്ന നയം പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതിനായി മേഖലയിലെ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉപയോഗിക്കുന്നത് അനുവദിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. ഇറാന്റെ മണ്ണിൽ ഭാവിയിൽ ആക്രമണം ഉണ്ടാകില്ല എന്ന ശക്തമായ ഉറപ്പില്ലാതെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച സാധ്യമല്ല എന്നതാണ് ഇറാന്റെ വ്യക്തമായ നിലപാട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുമെന്ന ഭീഷണിക്ക് പുറമെ അമേരിക്കൻ സൈന്യത്തിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്ന രാജ്യങ്ങൾക്കെതിരെയും പ്രത്യാക്രമണം നടത്തുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി മുന്നറിയിപ്പ് നൽകി. മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇതിനോടകം തന്നെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ആരംഭിച്ചതായാണ് റിപ്പോർട്ട്. ഭാവി സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നയതന്ത്ര പരിഹാരമാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ നിലവിലെ ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സമാധാന ചർച്ചകൾക്ക് പ്രസക്തിയില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അയൽ രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് എത്രയും വേഗം വ്യക്തമാക്കണമെന്നും അമേരിക്കൻ കമ്പനികൾ മേഖലയിൽ നിന്നും പിൻവാങ്ങണമെന്നുമാണ് ഇറാന്റെ ആവശ്യം. എന്തായാലും തുടർച്ചയായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി അടച്ച വ്യോമപാത യുഎഇ തുറന്നു. 1 മണിക്കൂറോളമാണ് യുഎഇ വ്യോമപാത അടച്ചിട്ടത്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാണ് നടപടിയെന്നായിരുന്നു വ്യോമയാന മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പും. എന്തായാലും ഡ്രോൺ ആക്രമണത്തിൽ അബുദാബിയിലെ എണ്ണപ്പാടത്തിന് തീപിടിച്ചിരുന്നു. ഷാ എണ്ണപ്പാടത്തിന് തീപിടിച്ചതായി എന്നാണ് ദുബായ് മീഡിയ ഓഫീസ് വ്യക്തമാക്കിയത്. അപകടത്തിൽ അതേസമയം ആർക്കും പരിക്കേറ്റില്ല. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നും റംദാനു ശേഷവും യുഎഇയിൽ ക്ലാസുകൾ ഓൺലൈൻ മാത്രമായിരിക്കും നടക്കുകയെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. നഴ്സറി മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ തീരുമാനം ബാധകമായിരിക്കും. നിലവിൽ മാർച്ച് 22 വരെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാവുക.